പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് മാറനല്ലൂരിൽ അംഗൻവാടിയിൽ വീണു പരിക്കേറ്റ കുട്ടി ഗുരുതരാവസ്ഥയിൽ. രതീഷ് സിന്ധു ദമ്പതികളുടെ മകൾ വൈകിക്കാണ് പരിക്കേറ്റത്. വീഴ്ചയുടെ ആഘാതത്തിൽ കുട്ടിയുടെ സുഷുമ്നാ നാഡിക്ക് ക്ഷതം സംഭവിച്ചു. അയ്യോ കഷ്ടം. തലയിൽ ആന്തരിക രക്തസ്രാവവുമുണ്ട്. കുട്ടി വീണ കാര്യം യഥാസമയം അംഗൻവാടി ജീവനക്കാർ അറിയിച്ചില്ലെന്ന മാതാപിതാക്കളുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. അതിനുശേഷം അരുൺ സോളമനിലേക്ക് പോകാം. ഒരു മോനും ഒരു മോള്, അവർ രണ്ടുപേരും നേഴ്സറിയിലാക്കി അംഗൻവാടി മാറുന്നല്ലൂർ. വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ എത്തി. മോളെ ഞാൻ വിചാരിച്ച് ഉറക്കത്തില്ല, ആ ഒരു സംഭവമായിരിക്കും. കണ്ണിലൊക്കെ ചെറിയൊരു ഈ ഉറക്കി കഴിക്കുമ്പോഴുള്ള ഒരു സംഭവമല്ലേ ഈ കണ്ണ് ഇവിടെയൊക്കെ വീർത്ത്. വൈഫ് ഫുഡ് കൊടുത്തു. ഒരു 2 പ്രാവശ്യം കഴിച്ചപ്പോഴത്തേക്ക് അത് നേരെ വൊമിറ്റ് ചെയ്തു. നമ്മൾ ടീച്ചറിനെ വിളിച്ചു. അപ്പോൾ ടീച്ചർ പറയണത് ഇത് കസേരയിൽ നിന്ന് മലന്നങ്ങ് വീഴുന്നു, ബാഗ് തലയടിച്ച്, അത് പറയാൻ മറന്നുപോയി. രാവിലെ ഉച്ചയ്ക്ക് 12:30 നടക്കുന്ന സംഭവം. എൻ്റെ കുഞ്ഞിന് CT സ്കാൻ കഴിഞ്ഞിട്ട് അറിയണത് 8:30. എൻ്റെ കുഞ്ഞിൻ്റെ ബാക്കിലത്തെ തലയൊട്ടി പൊട്ടിയിട്ടുണ്ട്. ബ്രെയിനിന് അതിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്. തോളിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. സ്പൈനൽ കോഡിൻ്റെ അതിൽ ക്ഷതയേറ്റിട്ടുണ്ട്. ഒരു വാക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിട്ടാണ് കമ്മീഷൻ അതിനെ നിരീക്ഷിക്കുന്നത്. വാസ്തവത്തിൽ അംഗൻവാടി ടീച്ചർക്ക് ഒരു തെറ്റ് പറ്റിയതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നു. പക്ഷേ അത് യഥാസമയം അറിയിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കുട്ടി എത്തില്ല എന്നുള്ളൊരു നിഗമനമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. തീർച്ചയായും അത്തരം 3 വയസ്സ് പോലും പ്രായമില്ലാത്തൊരു കുട്ടിക്ക് അതെന്ത് വർത്തമാനം പറയണമെന്ന് പോലും നമുക്കത് ബോധ്യപ്പെടുന്നില്ല. അത്രയും നിരുത്തരമായ ഒരു പെരുമാറ്റം ആ സ്ഥാപനത്തിലുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും തുടർ നടപടി കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കും. കുട്ടിക്ക് ആവശ്യമായ സഹായങ്ങൾ, നിയമപരമായ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്മീഷൻ ചെയ്തു കൊടുക്കും. അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് വൈഗമോൾക്ക് പറ്റിയത് അരുൺ? ഗുഡ് മോർണിംഗ് അരുൺ. വ്യാഴാഴ്ചയാണ് മാറനല്ലൂർ പോങ്ങുമൂട് സ്വദേശിയായിട്ടുള്ള ഈ രതീഷ് അതുപോലെ തന്നെ സിന്ധു ദമ്പതികളുടെ മകൾ വൈഗയ്ക്ക് ഇത്തരത്തിൽ ഈ അങ്കണവാടിയിൽ നിന്ന് വീണ് പരിക്കേറ്റത്. ഇതിൽ രതീഷിനും ഈ 2 കുട്ടികളാണ്, ട്വിൻസ് കുട്ടികളാണുള്ളത്. ഇതിൽ വൈഗയും വൈഷ്ണവ്, ഈ 2 പേരും മാറനല്ലൂർ പോലീസ് സ്റ്റേഷന് അടുത്തുള്ള ഓഫീസ് വാർഡിലെ അങ്കണവാടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവരെ രാവിലെ ഈ രതീഷ് അങ്കണവാടിയിൽ വിട്ടതിനു ശേഷം തിരിച്ച് 2 മണിയോടുകൂടിയാണ് ഈ വിളിക്കാൻ വരുന്നത്. ഇതിനിടയിൽ 12:30യോടുകൂടിയാണ് ഈ കുട്ടി ജനലിന് മുകളിൽ നിന്ന് വീണു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഈ അങ്കണവാടി ജീവനക്കാർ അധ്യാപികയായിട്ടുള്ള ശുഭലക്ഷ്മിയും ആയയായിട്ടുള്ള ലതയും ഇക്കാര്യം വീട്ടുകാരോട് യഥാസമയം പറഞ്ഞില്ല എന്നുള്ളതാണ്. വളരെ അനാസ്ഥയാണ് നമുക്കിത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ കുട്ടിയെ 2 മണിക്ക് അച്ഛൻ ആംബുലൻസ് ഡ്രൈവറാണ്. രതീഷ് ഈ അങ്കണവാടിയിൽ വന്നതിന് ശേഷം വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് വീട്ടിലെത്തിയതിനു ശേഷം ഈ കുഞ്ഞ് വളരെ ഉച്ചത്തിൽ കരയുകയും തുടർന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അമ്മ സിന്ധുവിന് ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് ആഹാരം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞ് വൊമിറ്റ് ചെയ്യുന്നു. ഇത് കണ്ടിന്യൂ ആയപ്പോഴാണ് ശരിക്കും ഈ അമ്മയ്ക്കൊരു സംശയം ഉണ്ടാകുന്നത്. തുടർന്ന് വൈഷ്ണവിനോട് ഈ കാര്യം തിരക്കുമ്പോൾ വൈഷ്ണവാണ് ഈ വൈഗ ഈ അങ്കണവാടിയിലെ ജനലിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് വീണു എന്നുള്ള കാര്യം പറയുന്നത്. ഇത് അറിഞ്ഞതിന് ശേഷം സിന്ധു ഈ അധ്യാപികയായിട്ടുള്ള ശുഭലക്ഷ്മിയെ വിളിക്കുകയും ശുഭലക്ഷ്മി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുഞ്ഞ് വീണത് പറയാൻ മറന്നുപോയി എന്നുള്ളതാണ്. ഒരു അധ്യാപികയാണ് ഇത്തരത്തിൽ ഒരു രക്ഷിതാവിനോട് പറയുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ വീഴുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ സ്കൂളിലായാലും അംഗനവാടികളായാലും വീഴുക സ്വാഭാവികമാണ്. പക്ഷേ അത് യഥാസമയം വീട്ടുകാരെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഈ അധ്യാപികയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യസമയത്ത് അറിയിക്കുന്നതിൽ വലിയ വീഴ്ച അധ്യാപിക പറഞ്ഞത് മറന്നുപോയി എന്നതാണ് പങ്കുവച്ചിരിക്കുന്നത്. ചികിത്സ നൽകാൻ പറ്റുമായിരുന്നു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നതും. ബാലാവകാശ കമ്മീഷൻ എന്തായാലും കേസെടുത്തിട്ടുണ്ട്. കുട്ടികൾ വീഴുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ വീണാൽ, പ്രത്യേകിച്ച് ഉയരങ്ങളിൽ നിന്നൊക്കെയാണ് വീഴുന്നതെങ്കിൽ കുറച്ചൊക്കെ വീഴ്ച അവരുടെ ശരീരപ്രകൃതി കൊണ്ട്, ഈ കുഞ്ഞുങ്ങളുടെ ശരീരപ്രകൃതി കൊണ്ടത് തടയാൻ സാധിക്കും. പക്ഷേ സുഷുമ്നാ നാഡിക്കൊക്കെ പരിക്കേറ്റാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ രക്ഷിതാക്കളുടെ ഒരു ആശങ്ക നമ്മൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അംഗൻവാടിയിലെ ടീച്ചർ അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജനലിൽ നിന്ന് വീഴുക എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ആ കുഞ്ഞ് വീണിട്ടുണ്ടാവുക.